പറയാ നിനക്കെന്നെ വേണ്ട, നീ എന്നെ കാണാൻ വരില്ല, നീ വേറെ ഏതോ പെണ്ണിന്റെ കൂടെ പോകണം. ആ പേരെന്ന് പറഞ്ഞ ശരിക്കും പേര് ഷിബിൻ സ്റ്റീഫൻ നാടാർ. രാജമാണിക്ക് സിനിമ ഇറങ്ങില്ല, അപ്പൊ അതിനകത്ത് വില്ലന്റെ പേര് സൈമൺ നാടാർ എന്നുള്ള. ഞാൻ വിസിലടിക്കും, കൈയടിക്കും. എന്നോട് കളിക്കാൻ വന്നാൽ ചിലപ്പോ കരണക്കുറ്റിക്ക് അടിക്കും. അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. വീട്ടില് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു മുഖമുള്ളത് വീട്ടർക്കെന്ന് അറിയാൻ പാടില്ല. ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണിച്ച് കളിയാക്കാറൊക്കെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊന്നു കൊല വിളിക്കണ അമ്മമാരാ. കലിപ്പനായിരുന്നല്ലോ. കലിപ്പന് കാന്താരി എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇപ്പൊ നമ്മള് വന്നപ്പോഴേക്കും അമ്മേനോട് കള്ളം പറഞ്ഞായിരുന്നു, പെണ്ണ് കാണാൻ വന്നതാന്നൊക്കെ പറഞ്ഞ് പാലൊക്കെ മേടിച്ചുകൊണ്ടേ കൊടുത്തു. പതിവില്ലാണ്ട് നമ്മള് പാല് മേടിച്ച് വീട്ടിലോട്ട് കൊടുക്കുമ്പോ നേരത്തെ മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോ അമ്മ പതിവില്ലാണ്ട് അവന് ഈ സമയത്ത് പാല് 2 പേർ പാല് അമ്മ ചേച്ചി തമാശയായിരിക്കും വെച്ചപ്പോ വണ്ടിന്ന് ഇറങ്ങിയത് ചേച്ചി പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡെയിലി പണിക്ക് പോകണം. ഒരു എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, അവള് 2 അടിച്ചിട്ടൊന്ന് എന്നെ കുഞ്ചിരി തിരിച്ചോട്ടെ വീട്ടിൽ. എന്തേ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെ പറ്റിയാ പറഞ്ഞോണ്ടിരുന്നത്. ഞാനിപ്പോ ഉള്ളത് നാടാർ ബ്രോയുടെ അടുത്താണ്. ഹലോ, ലാസ്റ്റ് വെൽക്കം ടു മൂവി വേൾഡ്. ആ ഒരു പേടിയിലാണ് ആള്. ആ പേരെന്ന് പറഞ്ഞ ശരിക്കും പേര്? ശരിക്കുള്ള പേര് ഷിബിൻ സ്റ്റീഫൻ നാടാർ. അതെന്തൊരു ബന്ധമില്ലാത്ത? അതെന്താന്ന് ഇപ്പൊ കാർന്നോരുടെ അടുത്ത് വയ്ക്കേണ്ട ഒരു അതല്ല, ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ആണ് ഇത്. ഈ നാടാർ എന്ന് പറഞ്ഞത് കാസ്റ്റാണ്. അപ്പൊ അത് ചുമ്മാ ഷോയ്ക്ക് വേണ്ടി കിട്ടുന്നുള്ളൂ. കാര്യം നമ്മൾ ജാസ് സ്പിരിറ്റ് ഉള്ള ആളോ അതങ്ങനെ ഒന്നും കണ്ടിട്ടിട്ടല്ല. ഈ പറഞ്ഞ പോലെ രാജമാണിക്ക് സിനിമ ഇറങ്ങില്ല, അപ്പൊ അതിനകത്ത് വില്ലന്റെ പേര് സൈമൺ നാടാർ എന്നുള്ള. കയ്യിലിപ്പോ പണ്ട് സ്റ്റീഫൻ നാടാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കൂട്ടത്തിലൊരു ഇക്കുണ്ട്, ചേട്ടനെ പോലെ കാണുന്ന ഹാരിസ് എന്ന് പറഞ്ഞ. പുള്ളിയാണ് എന്നെ നാടാരെ എന്ന് പറഞ്ഞ് വിളിച്ചു തുടങ്ങിയത്. അപ്പൊ അത് ആദ്യമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. കാര്യം നമ്മളെ ഒരു വില്ലനായിട്ട് എല്ലാവരും കാണുമെന്നുള്ള രീതിയിൽ. അതും രാജമാണിക്യത്തില്. അപ്പൊ ഞാൻ എല്ലാവരും ചീത്ത പറയുമ്പോ കൂട്ടുകാരന്മാർക്ക് കൂടുതൽ, കൂട്ടുകാരന്മാർ അങ്ങനെയാണല്ലോ, നമുക്ക് ദേഷ്യം പിടിക്കുന്ന സംഭവമുള്ള പെട്ടെന്ന് ചെയ്യുള്ളൂ. അപ്പൊ അവന്മാരങ്ങനെ ഇടക്കിടക്ക് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഇൻസ്റ്റയില് റീൽസ് ഒക്കെ ഇട്ടപ്പോ ഞാൻ ഇതിന് മുന്നേ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോ പേര് ഷിബിൻ സ്റ്റീഫൻ എന്നും പറഞ്ഞ ഇട്ടത്. പക്ഷെ നമ്മള് ഈ പറഞ്ഞ രുദ്രാക്ഷം കഴുത്തില് പിന്നെ ചന്ദനക്കുറിയൊക്കെ പണ്ട് നല്ല പുള്ള കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറ്. ഇപ്പൊ അതില്ല. അപ്പൊ ഡീസന്റാന്ന് കാണിക്കാൻ വേണ്ടിട്ട് പറ്റിക്കണല്ലോ ആൾക്കാരെ. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോ കൂടുതൽ ആൾക്കാരൊന്ന് ചോദിക്കാൻ തുടങ്ങി, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നുള്ളത്. അപ്പൊ ആ ചോദിക്കൽ നിർത്താൻ വേണ്ടിയിട്ടാണ് നാടാറിന് മാത്രമാക്കി ഇട്ടത്. ഇപ്പൊ വേറെ ചോദ്യം, മുസ്ലിം ആണോ ഹിന്ദു ആണോ ചോദിക്കണത്. നാദർന്നാണോ നാടാർന്നാണോ അറിയാൻ പാടില്ല. അതെ, നാടർ കാക്കാന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മോൻ വിളിച്ചോ മഞ്ഞ എന്ന് പറയും. അല്ലാണ്ട് ഇപ്പൊ നമ്മളെന്താ പറയാ, എന്താന്ന് വെച്ചാൽ അവര് ഇഷ്ടംപോലെ. ഓക്കെ, വീട്ടിലൊക്കെ എങ്ങനെയുണ്ട്? വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയാണോ? വീട്ടില് നല്ല പേരാണോ? ഇവിടെ മാതാജി ഉണ്ട്, വേണി ചോദിക്കാം. അല്ല, ഞാൻ അവിടുത്തെ കണ്ടു. അല്ല, വീട്ടുകാർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വീട്ടുകാർ കാണാറില്ല. വീട്ടുകാർക്ക് അറിയാൻ പാടില്ല. ഞാൻ വീഡിയോ ചെയ്ത് പുറത്തിറങ്ങി ചിലര് കൈയൊക്കെ തന്ന് നമുക്ക് ഇന്ന ആളല്ലേ വീഡിയോ കണ്ടു എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോ വീട്ടുകാര് ഇവനാ എന്നുള്ളൊരു സംഭവമാണ്. അല്ലാണ്ട് അങ്ങനെ വേറൊന്നുമില്ല. ഇപ്പൊ ഈ അടുത്താണ് അമ്മയൊക്കെ ചിലപ്പോ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. ആ ഒരു റൂമിൽ കിടന്ന് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞ ആരും ഇവിടത്തെ ഉള്ള വീട്ടില് ആർക്കും അറിയത്തില്ലായിരുന്നു ഈ വീഡിയോ വരുന്നതിന് മുമ്പ്. എനിക്ക് ഇങ്ങനെ ഒരു മുഖമുള്ളത് വീട്ടുകാർക്കൊന്നും അറിയാൻ പാടില്ല. മറ്റേ വാസോടെ ബീജി ഇടണേ എഡിറ്റർ. അല്ല, നമ്മള് വീഡിയോ ചെയ്യണ ഇപ്പൊ അറിയാം, കുറച്ചാളായിട്ട്. പണ്ടൊന്നും അങ്ങനെ അറിയാൻ പാടില്ലായിരുന്നു വീഡിയോ. കാര്യം പുറത്തൊക്കെ ഇച്ചിരി ഗൗരവം, മുഖം കലിപ്പൻ എന്ന് വെച്ചാൽ അങ്ങനെ അധികാരിയോട് സംസാരിക്കില്ല. കൂട്ടുകാരന്മാരോടൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അപ്പൊ പെങ്ങളുടെ ഓഫീസിലാണ് ആദ്യം പൊട്ടി പാളിസാവണത്. എനിക്ക് അവിടെ ക്യാബ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വണ്ടി ഓടിക്കാൻ ചെല്ലുമ്പോഴായാലും എല്ലാവരും എന്നെ ചേട്ടൻ, പെങ്ങൾ അവിടെ വർക്ക് ചെയ്യണോണ്ട് ആ ഒരു ബഹുമാനവും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പെൺപിള്ളേരായിരിക്കും കൂടുതൽ വണ്ടിയിൽ. അപ്പൊ അവരൊക്കെയും എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറയണത് എൻ്റെ അടുത്ത് അനുഭവം, അത് അവിടെ നിർത്താമോ എന്നൊക്കെ ഒരു പേടിയുള്ളല്ലോ. അത് നമുക്കറിയാം. നമ്മളത് ഉള്ളിൽ എൻജോയ് ആയിരിക്കും. എന്നെ കണ്ട് പേടിക്കുന്നു. ഞാൻ നന്നായിട്ട് മുതലെടുത്ത് വരാറുന്നത്. അപ്പൊ ഒരു തവണ അപ്പൊ അങ്ങനെ നിന്നപ്പോഴാണ് ടിക്ടോക്കിൽ ഒരു വീഡിയോ വൈറലായി. അത് ഞാൻ അത്ര ഫേമസ് അല്ല എന്ന് പറഞ്ഞ വേറൊരാളുടെ വോയിസ്. ആ സാധനം അത് ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ ഇതുപോലെ സാധാരണ എല്ലാ ദിവസം വീഡിയോ ആണല്ലോ, വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അത് ഒറ്റയടിക്ക് ഒരു 80K ലൈക്ക് കയറി. അത് ഞാൻ അറിയില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ ഇവര് IT ഫീൽഡായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് കിട്ടി. അപ്പൊ കുറെ മെമ്പിളേർ എന്നിട്ട് ഇതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ഇതെന്താ പതിവില്ലാണ്ട് ഇവർ എന്റെ അടുത്ത് കയ്യൊക്കെ ചൂണ്ടി ഇവര് എന്നെ നോക്കി ചിരിക്കണ്. അവന് പേടിയൊക്കെ പോയി കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇവര് ഈ ഫോൺ ഇത് കണ്ണനാണ് എന്നെ നാട്ടിലൊക്കെ വിളിക്കണം. കണ്ണനല്ലേ എന്ന് ചോദിച്ചിട്ട് കാണിച്ചു. അന്ന് എന്റെ തൊലി ഉരിഞ്ഞു പോയത്.
എന്റെ സകല പടവും ആ സമയത്ത് പൊട്ടിപ്പാളിച്ച ഞാനപ്പോ തന്നെ മറ്റേ ഞാൻ തന്നെ അന്ന് പോയ പടാ പിന്നെ കിട്ടിയുള്ളത് ഇതുവരെയായിട്ടും കിട്ടിയുള്ളത് പിന്നെ കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങ് യൂസ്ഡ് ആയി തോന്നണല്ലേ. പിന്നെ അത് ഇട്ടൊരു ശീലായി. പിന്നെ എല്ലാവർക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങി വീഡിയോസ് ഒക്കെ, ആ ഒരു തമാശയും കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നു. അല്ല ആരെയാലും ഒന്ന് എയറിൽ പോവാൻ കിട്ടാൻ നോക്കിയുള്ള ആൾക്കാരല്ലേ, തമ്പുരാനറിയാം. എന്തെങ്കിലും പോയി കഴിയുമ്പോ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണിച്ച് കളിയാക്കാറൊക്കെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊന്നു കൊല പിടിക്കണ അവന്മാരാ. എത്ര നല്ലത് ചെയ്ത് കഴിഞ്ഞാലും അവന്മാര് നമ്മളെ എയറില് നിർത്തും. പിന്നെ സപ്പോർട്ടാണ് കേട്ടോ, എന്ന് വെച്ചാ ഇഷ്ടം കൊണ്ടുള്ള കളിയാക്കലുകളാ. അതായത് നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നിനക്കൊന്നും വേറെ പണിയിലടാ അതൊക്കെ വെച്ച് നമ്മളെ ഒച്ചാക്കിയായിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് താഴെ വരുന്ന കമന്റുകൾ. പിന്നെ കളിയാക്കലുകൾ അല്ലാണ്ട് തന്നെ നാട്ടിൽ കിടക്കുന്ന സിനിമ നടന്ന് ഷൂട്ടില്ലേന്ന് ചോദിക്കും. ഞാൻ പറയും ദുൽഖറിന്റെ ഡേറ്റ് കൊടുത്ത് വന്നേക്കാന്നൊക്കെ പറഞ്ഞ് നമ്മള് ആ രീതി വൈബിലാക്കിട്ട് പോകും. എനിക്കിതൊക്കെ ഒരു വൈബാ. അതെ. പിന്നെ സപ്പോർട്ട് ഉണ്ട് നല്ല രീതിയിൽ, കുഴപ്പമില്ലാണ്ട് നാട്ടില്. അല്ലെങ്കിൽ കല്യാറൊക്കെ എന്നേ കിട്ടിയാനെ. അതെ. ഇപ്പൊ കലിപ്പനായിരുന്നല്ലോ, കലിപ്പന് കാന്താരി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പറയൂ പ്രണയത്തിനെ പറ്റി. പ്രണയം എന്ന് പറഞ്ഞിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യം പറയണം, അങ്ങനെ ആരും ഇല്ലെന്നേ. അങ്ങനെ ആരും ഇല്ല. ഇപ്പൊ നമ്മള് വന്നപ്പോഴേക്കും അമ്മേനോട് കള്ളം പറഞ്ഞായിരുന്നു, പെണ്ണ് കാണാൻ വന്നതാന്നൊക്കെ പറഞ്ഞ് പാലൊക്കെ മേടിച്ചുകൊണ്ടേ കൊടുത്തു. അപ്പൊ അമ്മ എന്താ പറഞ്ഞു? പതിവില്ലാണ്ട് നമ്മള് പാല് മേടിച്ച് വീട്ടിലോട്ട് കൊടുക്കുമ്പോ നേരത്തെ മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോ അമ്മ നോക്കുമ്പോ പതിവില്ലാണ്ട് അവന് ഈ സമയത്ത് പാല് 2 പേർ പാല് പഴംപൊരിയൊക്കെ ഉണ്ട് കേട്ടോ, പഴംപൊരി അച്ചപ്പവും. ഞങ്ങളെ പെണ്ണിന്റെ കൂട്ടൻ. അപ്പൊ എന്തെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞത് എന്നെ പെണ്ണാണാൻ ആണാണാൻ ആണാണാൻ എന്റെ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചേച്ചി തമാശയായിരിക്കും വെച്ചപ്പോ വണ്ടിന്ന് ഇറങ്ങിയത് ചേച്ചിയും പുള്ളിക്കാരത്തി അമ്മയെടുത്ത് വന്നിട്ട് പറഞ്ഞു പെണ്ണ് ഇതാന്ന് പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ, ആട്ടിയൊന്നുമില്ലല്ലോ, 2 കഴിഞ്ഞിട്ട് തിരി. അത് ആരായാലും ഇന്ന ആള് വേണമെന്നില്ല, ആരും വെള്ളം വിളിച്ചോണ്ട് പറഞ്ഞേക്കാം. ഈ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഇഷ്ടാണ് കേട്ടാ അത് പറയലുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചാളയുമ്പോ അത് അതിന്റെ ഒഴുക്കി പോകും. അതങ്ങനെയാണ്, വീഡിയോസ് കണ്ടു തന്നെയല്ലേ, അല്ലാണ്ട് നമ്മളെന്താ, നമ്മുടെ ക്യാരക്ടർ എന്താ, നമ്മുടെ അവസ്ഥ എന്താ, ചിലപ്പോ ആ ക്യാരക്ടർ കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ പറ്റിപ്പൂടായ്പ ടീംസ് ഒക്കെയാണ് കൂടുതലും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു വരാണ്ട്. പക്ഷെ അത് ജെന്യൂനിറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കാൻ പേടിയായിട്ടാ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡെയിലി പണിക്ക് പോകണം. ഇപ്പൊ കുറച്ചാളായിട്ട് മടിയൊക്കെ പിടിച്ച് അങ്ങനെ പോകാണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെയില്ല, പെണ്ണുങ്ങളാണ് പണിക്ക് പോകുന്നത്. അങ്ങനത്തെ ഞാൻ ജീവിതം കൊടുക്കാൻ അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പെണ്ണുങ്ങളാണ് ഇപ്പൊ കൂടുതൽ പണിക്ക് പോകുന്നത്. ആണുങ്ങള് വീട്ടുജോലി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ട്രൈ ചെയ്ത് നോക്കായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ വല്ല ജീവിതം കൊടുക്കാൻ പറ്റിയ പിള്ളേരുണ്ടെങ്കിൽ അല്ല ജീവിതം തരാൻ ഒന്ന് പറഞ്ഞു നോക്ക്, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അവള് 2.5 അടിച്ചിട്ട് ഒന്ന് എന്നെ കുഞ്ചിരുത്തി ഇടിച്ചോട്ടെ വീട്ടില്, എന്തേ നന്നായിരിക്കും. ഏത് വീഡിയോ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ വൈറലായത്? ഞാൻ ചേട്ടൻ ഇങ്ങനെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ എനിക്ക് മറ്റേ എന്താ പറയാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, റീസെന്റ് ചെയ്തത്. ഞാനും ആ വീഡിയോ കണ്ടപ്പോഴേക്കും എന്റെ മനസ്സിൽ തോന്നിയതായിരുന്നു, ഇത് നമ്മളും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോ ഇത്രയും പേടിച്ചിട്ടായിരിക്കും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. ഇത് ശരിക്കും അപ്പൊ മനസ്സിൽ തോന്നിയ ഒന്നങ്ങനെ നമ്മൾ നേരത്തെ എടുക്കണം എന്നുള്ള പ്ലാനിങ് ഒന്നുമില്ല. ചിലപ്പോ ആ വീഡിയോ കാണുമ്പോ അപ്പൊ ഒരു ഐഡിയ തോന്നിയാ അപ്പൊ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യും. കാര്യം നല്ല മറവിയുള്ള ആളാണ് ഞാൻ. അതായത് ഇപ്പൊ ചിലപ്പോ കുറെ വീഡിയോസ് ഇപ്പൊ ഫോണിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ പിന്നെ എടുത്ത് നോക്കുമ്പോ അത് എന്തിനാ സേവ് ചെയ്തെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ പെട്ടെന്ന് മറന്നു പോകണോണ്ട് അത് എടുക്കാൻ ആ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുക്കും. കൂടുതലും നൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഡേ ഒക്കെ കിട്ടാണെന്നുണ്ട് ഇതേപോലെ 5 മിനിറ്റ് അതില്ല, ഇതിനകത്ത് വീഡിയോ എടുക്കാൻ അതിന് മാത്രം സമയം വേണ്ടല്ലോ, പടപടിയെന്ന് പറഞ്ഞ് എടുത്തു അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യണതാ. എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കാണിക്കാറുണ്ടോ ഇത് കൊള്ളാവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്? പോസ്റ്റ് ചെയ്യും, നേരിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ തന്നെ റെസ്പോൺസ് കിട്ടും. നല്ല തെറിവിളിയാണെങ്കിൽ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാ? ഇഷ്ടം പോലെ. അതെന്ന് വെച്ചാൽ ചില വീഡിയോസ് നമ്മള് ഇപ്പൊ ഞാൻ ഡ്യൂറ്റ് ചെയ്യുന്നത് ട്രോള് പോലത്തെ ഉണ്ട്. എന്നാ അതിപ്പോ എല്ലാരും എന്റെ എല്ലാ വീഡിയോയും ട്രോളാണെന്നുള്ള രീതിയിലാണ് കാണുന്നത്. എന്നാൽ എല്ലാ വീഡിയോയും ട്രോളല്ല, നല്ല രീതിയിൽ ചെയ്തു വെച്ച വീഡിയോ ഞാൻ മറ്റേ നമ്മുടെ പ്രകാശ് വർമ്മയുടെ ഒരു വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ നന്നായിട്ട്. അത് പക്ഷെ എല്ലാരും ഈ ട്രോൾ മൈൻഡിൽ കാണുന്നോണ്ട് എല്ലാ വീഡിയോയും ട്രോളാണ്, എല്ലാവരും ഞാൻ കളിയാക്കാണെന്നുള്ള ചിന്ത. ചിലത് കളിയാക്കലുണ്ട് ഇല്ലാന്നല്ല. അപ്പൊ അങ്ങനെ കളിയാക്കലുകൾ എനിക്ക് തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയക്കും. ചിലപ്പോൾ അവർ മെസ്സേജ് കാണില്ല, പോസ്റ്റ് ചെയ്ത് കുറെ പേരുടെ മെസ്സേജ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവരാ എന്റെ മെസ്സേജ് കാണുള്ളൂ. അപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോ എനിക്ക് മാനസികമായിട്ട് ചിലൊക്കെ ചേട്ടാ അത് വേണ്ടത് അങ്ങനെയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ട്രോൾ വീഡിയോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് ചേട്ടൻ എന്റെ വീഡിയോ ചെയ്തില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടോ? ഏതാ ഇങ്ങനെ ചെയ്യാമോന്നാണ്? അല്ല, ചെയ്തിട്ടില്ലേന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഓർമ്മയുണ്ടോ? അങ്ങനെ 2-3 പേര്
ഇന്നാള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ കൊച്ചിന്റെ പേര് എനിക്കറിയാൻ പാടില്ല. അതിനെ ഇതുപോലെ വഴിയിൽ വെച്ച് കണ്ട ഒരു പെൺകൊച്ചിന്റെ വീഡിയോ, എന്റെ പേര് പുറത്തുപോയി. അത് ഇതുപോലെ ചോദിച്ചായിരുന്നു, ചേട്ടൻ എന്റെ വീഡിയോ ട്രോൾ ചെയ്തല്ലേന്നും പറഞ്ഞ് അത് ആദ്യം വന്ന് തുരറ്റിടിയാവാ. സ്നേഹം കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പിന്നെ മനസ്സിലായോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് പള്ളം കെട്ടിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ചില കൂട്ടാരന്റെ പെങ്ങളാലേ അങ്ങനെ ഇതായിരിക്കും ആരാ. അപ്പോഴങ്ങനെ ഇന്ന വീഡിയോയാണ്. ഞാൻ ഒരു പാട്ട് പാടുന്ന നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കൊച്ചാ, സൈഡിൽ നിന്നിട്ട് നല്ല ഭംഗിയിൽ പാട്ട് പാടുന്നുണ്ട്, നല്ല ആക്ടീവ് സിനിമയിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് അത് കൊളാക്കി കൊടുത്തു. ആ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സംഭവം. അപ്പൊ ആ കൊച്ചിനെ ഇതുപോലെ കണ്ടപ്പോ ആ കൊച്ചിന്ന് ചോദിച്ചായിരുന്നു അങ്ങനെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടി വരികയാണല്ലോ, 100K 105K ഒക്കെ ആയപ്പോഴേക്കുള്ള മനസ്സിലാ ഒരു വിചാരം എന്തായിരുന്നു? ഒരു വികാരമില്ല. ഒരു വികാരമില്ല. അല്ല, ടിക്ടോക്ക് എന്ന് പറഞ്ഞ സംഭവം 200K ആയിരുന്നു. എനിക്കിതൊന്നും ഒന്നുമില്ല. അതിങ്ങനെ കിട്ടി ഞാനിപ്പം കണ്ട് ഏതോ വലിയവനാവും എന്നുള്ളൊരു മൂർത്തി ഭാവത്തിൽ എത്തിയപ്പോഴാണ് അതങ്ങനെ ബാൻ ചെയ്ത് കളഞ്ഞത്. അപ്പൊ തന്നെ മനസ്സിലായി ഇത് ഇത്രേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ എല്ലാരും എന്റെ കൂടെ പോകും. ഇത് ചിലപ്പോ എനിക്ക് ഇന്നത്തെ കാലത്ത് നിക്കണേന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് തന്നെയായാലും വീഡിയോസ് ചെയ്യണമെന്ന് മടുപ്പം. ഞാൻ ചിലപ്പോ അടുത്ത ചിലപ്പോ വീഡിയോസ് ചെയ്യലും നിർത്തും. കാര്യം നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി കളിയാക്കലുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മാനസികമായിട്ട് ഈ എത്ര പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ ഒരു 1-2 നെഗറ്റീവ് കിട്ടിയാൽ മതി, നമ്മൾ ഡൗണായി പോകില്ല. അപ്പൊ ഞാൻ പതുക്കെ ഒന്ന് സൈഡാക്കാം. കുറെ നാളായാലും ആൾക്കാരെ വെറുപ്പിക്കണത്, ഇനി വെറുപ്പിക്കണ്ട. ഈ നെഗറ്റീവ് കൂടുതൽ കിട്ടിയിട്ടുള്ള വീഡിയോകളാണ് ചൂസ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഉണ്ടോ, അത് അല്ലെങ്കിൽ നല്ലതാണോ, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളാണെന്നൊന്നും ഞാൻ നോക്കാറില്ല. നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പരിചയം ഉണ്ടോന്ന് പോലും ഞാൻ നോക്കൂല, ഞാൻ ചെയ്യും. ഇപ്പൊ നമ്മള് ചില വീഡിയോസ് ഒക്കെ കാണുമ്പോ തോന്നൂലേ ഇത് എന്താ ഈ കിടന്ന് കാണിക്കണേ, അങ്ങനെയൊക്കെ തോന്നുന്ന വീഡിയോസ് ഒക്കെ ഇല്ലേ? അത് കറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കേട്ടില്ല എന്താ പറഞ്ഞല്ലോ, അല്ലാതെ ചിലപ്പോ എന്റെ ആയിരിക്കും. അല്ല ഞാൻ ചോദിച്ചാ വേറെ ഇങ്ങനെ ആളുകളുടെ ഒക്കെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കാറുണ്ട്, ഇത് ചെയ്യണം അടുത്തത്. ചിലതൊക്കെ ചെയ്ത് അങ്ങനെ വെക്കാറുണ്ട്, പക്ഷെ ഞാൻ മറന്നു പോസ്റ്റ് ചെയ്യാൻ മറക്കുന്നത്. പോസ്റ്റ് ചെയ്യാനല്ല, നമ്മള് എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചെന്നുള്ളത് ഞാൻ മറന്നു. കുറെ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാൽ ചിലതൊക്കെ സമയം കിട്ടുന്ന പോലെ നൈസായിട്ട് ഇരുന്ന് പതുക്കെ ഇരുന്ന് ചെയ്യലുണ്ട്. പിന്നെ കുറെ പേര് പേഴ്സണൽ പണ്ടൊക്കെ വീഡിയോസ് നമ്മൾ അന്വേഷിച്ച് നടക്കണമായിരുന്നു. ഇപ്പൊ തന്നെ കണ്ട് ഇപ്പൊ ഓരോരുത്തരും എനിക്ക് പേഴ്സണൽ അയച്ചു തരും. അതുകൊണ്ട് ഇച്ചിരി സമയലാഭമുണ്ട്. നേരെ ഇൻബോക്സ് എടുത്ത് നോക്കിയാൽ മതി, കൂടെ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഐഡിയ കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഒരാൾക്ക് പണി കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലോ അല്ലെങ്കിൽ മൈൻഡിലോ ചെയ്യണമല്ല. ഒരു വീഡിയോസ് കണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിയാൽ ചെയ്യും. അത് തമാശയായിട്ടേ ചെയ്യുള്ളൂ, അത് ഒരാളെ പേഴ്സണലി ഇപ്പൊ പെണ്ണ് കെട്ടാനായിട്ട് വീട്ടുകാരിങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിലെ അമ്മ പറയാണ് ഇനി വീഡിയോസ് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയൊന്നും കാണിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ചേട്ടൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ കൂടുതലേ ഉള്ളൂ. എന്താ പെണ്ണ് കെട്ടാൻ ഇഷ്ടമില്ല? പണിക്ക് പോകേണ്ട വരും, കൂടുതലായിട്ട് പണിക്ക് ഇറങ്ങേണ്ട വരും. എനിക്ക് പെണ്ണ് കെട്ടാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ആണോ? വീട്ടിലങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലേ? വീട്ടിലങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മേലുള്ള വിധിച്ചേണ്ടി പറയാൻ പാടില്ല, തേങ്ങ തലയിൽ വീഴാൻ വിധിച്ചേണ്ടി വീഴും. അങ്ങനെയാണല്ലോ തെങ്ങില്ല ഇവിടെ. ഒരു കഴിഞ്ഞ നാട്ടിക്കരുത്. പിന്നെ എന്താ പറയാ, ഇപ്പൊ ചേട്ടൻ എന്താ ചെയ്യണേ? ഞാൻ വണ്ടി ഓടിക്കലാണ്. ഇപ്പൊ ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട്, ഓട്ടോ ഓടിക്കല് നാട്ടില്. പിന്നെ മെയിനായിട്ട് ടിപ്പർ, ബസ് അതൊക്കെയായിരുന്നു. പിന്നെ കാറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓട്ടം കിട്ടിയ അവൻ ഡ്രൈവറാണ്, വണ്ടി ഫീൽഡാണ്. അപ്പൊ ഈ എന്താ പറയാ എന്തെങ്കിലും ഓട്ടത്തിനൊക്കെ പോകുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ ഫോളോവർ ആണ് അങ്ങനെയൊക്കെ വന്നിട്ട് പറയാറുണ്ട്? ഇപ്പൊ ഈ അടുത്ത റീസെന്റ് ആണ് ഓട്ടോ കാര്യങ്ങൾ. പിന്നെ ബസ്സിൽ പോകുമ്പോ മിക്കവരും വരും. ബസ്സിലാണ് കൂടുതലും. ബസ്സിൽ പോകുന്നത് വീട്ടിൽ അത്ര ഇഷ്ടമല്ല. അതെന്താ? എന്താണോ നമ്മുടെ സ്വഭാവത്തിന്റെ ആയിരിക്കാം. എനിക്ക് മനസ്സിലായി. അല്ല ഈ പറഞ്ഞ വീട്ടിലത്ര ബസ്സിൽ പോക്കെന്ന് പറഞ്ഞാൽ ഈ വഴക്ക്, അമ്മയ്ക്ക് അതൊക്കെ ഒരു പേടിയാ, ഈ വഴക്കുണ്ടാവും, പോലീസ് കേസ്. അല്ല അതും ഈ പറഞ്ഞ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ നല്ലതൊന്നും പറയല്ല, അതൊരു കേസ്. അപ്പൊ അതിലേക്ക് കിടക്കാൻ താല്പര്യമുണ്ടോ? പണ്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു പ്രായത്തിന്റെ ഒക്കെ ഒരു ഇതില്ലേ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. അല്ല നമുക്ക് പറഞ്ഞ പണ്ട് ഇങ്ങനെ നടക്കണ വായ നോക്കണം, അതാ പ്രായത്തിൽ. ഇപ്പൊ അതില്ല. ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ പറ, ചേട്ടൻ എന്ത് ഉദ്ദേശിച്ചു? ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല, അതല്ല. മൂടിക്കട്ടെ. ഓക്കെ. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. വായ്നോട്ടുണ്ടായിരുന്നു. പിന്നല്ലേ അതിപ്പോ സമയം കിട്ടും. അതൊരു കലയാണല്ലേ വായ്നോട്ടം എന്ന് പറയണത്? കലയായിട്ട് എടുക്കാം. കാര്യം ആരും അറിയാണ്ട് അല്ലേ? ആരും അറിയണ്ട്? അല്ല ആരും അറിയാണ്ടൊക്കെ നോക്കണ്ടേ, വായ നോക്കണത് മനുഷ്യനറിയരുത്, നാട്ടുകാരെ. ഇങ്ങനെയൊക്കെ പറയുമ്പോ ചീത്ത പറയാറുണ്ടാ?
വഴക്കൊന്നും അങ്ങനെ പറയാറില്ല. പറയാറില്ല. നല്ല തെറിയ പറയാറുള്ളൂ. അങ്ങനെയൊന്നും പറയാം പാവ. ഈ ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും ഇൻഫ്ലുവൻസർ ആണ്, അപ്പൊ ഒരു എന്താ പറയാ വ്ളോഗും അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് ആഗ്രഹമുണ്ട്. ഹലോ ഗൈസ് ഇന്ന് നമ്മൾ എനിക്കത് വരില്ല, അത് പറ്റൂല എനിക്ക്. എനിക്ക് ഹലോ ഗൈസ് പറയുമ്പോൾ ഞാൻ തന്നെ നോക്കി ചിരിക്കും. ആണോ? അല്ല എന്താ എല്ലാരും, ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബില് അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു ഒരു വരുമാനം കിട്ടുന്ന പരിപാടിയാണല്ലോ ഇപ്പൊ എല്ലാരും യൂട്യൂബിലോട്ടാണല്ലോ. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ പോകണ്ടായിരുന്നു. ഒരു മാസം 1 ലക്ഷം 1.5 ലക്ഷം കൂട്ടുകാരന്മാരുണ്ട് എനിക്ക്. നമ്മളിപ്പോഴും പണിക്ക് പോയിരിക്കണ്. കഷ്ടപ്പാട്. അതിന്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. എന്ത് പണിക്ക് പോയിരിക്കണോ? അതിലോട്ടെ മൂട് കളഞ്ഞു പണിക്ക് പോകാണ്ടിരിക്കാന്ന്. ഇവിടെ പണിക്ക് പോവാണ്ടിരിക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ 10-15 വയസ്സ് തൊട്ട് ഈ പറഞ്ഞ പോലെ നമ്മള് ജോലി പണിയെന്നും പറഞ്ഞിറങ്ങിയോണ്ടായിരിക്കാം ഇപ്പൊ നമ്മൾക്ക് 15 വയസ്സ് തൊട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയതാ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് പണി കാര്യങ്ങള്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ +2 പിന്നെ പഠിക്കാൻ വേണ്ടി പോയി. അത്ര എന്ന് പറയാം. എന്താ അത്രയും കൊച്ചിലെ തൊട്ട് തന്നെ പോയി തുടങ്ങി? വീട്ടിലെ സാഹചര്യം ഇച്ചിരി മോശമായിരുന്നു. ഇപ്പൊ ഈ കാണുന്ന സംഭവമൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മള് പണിക്ക് പിന്നെ പെങ്ങളെല്ലാരും വർക്കിനൊക്കെ ഇറങ്ങി സ്റ്റേൺ ചെയ്താ. അതായത് എനിക്ക് എന്റെ പാസ്റ്റ് ലൈഫ് എന്ന് പറയാം, മറ്റേ സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്റെ നമ്മള് ജീവിച്ച് വളർന്നു വന്ന സാഹചര്യം ഒന്നും ഞാൻ എവിടെയും പറയാത്തത്. ഇതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ. അമ്മ ഒറ്റയ്ക്ക് എന്നെ ജോലിക്ക് പോവാ, എന്നെയും പെങ്ങളെ നോക്കാം. അതൊക്കെ ഭയങ്കര വെച്ചാൽ അമ്മയാണ് കുറച്ചും കൂടി നമ്മളൊക്കെ ഇങ്ങനെ ആക്കിയത്. അപ്പൊ പിന്നെ നമ്മൾ എത്ര നേരത്തെ ജോലിക്ക് ഇറങ്ങാൻ പറ്റുമോ അത്രയും നല്ലത് എന്നുള്ളൊരു ഇതായിരുന്നു. കാര്യം അമ്മയ്ക്കൊരു ഹെൽപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടും വല്ല കാര്യമില്ല. നമ്മളിപ്പോ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാലും ജോലിക്ക് ഇറങ്ങണം, കുറച്ച് പഠിച്ചു കഴിഞ്ഞാലും ജോലിക്ക് ഇറങ്ങണം. ഇച്ചിരി നേരത്തെ ഇറങ്ങാം എന്നുള്ള ചിന്താഗതിയിൽ അങ്ങോട്ട് ഇറങ്ങി. അത് അത്ര തന്നെ. പിന്നെ അത് ഈ വണ്ടി ഫീൽഡ് തന്നെ അങ്ങോട്ട് ഓക്കെ ഒക്കെ എടുത്തു. അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് ആദ്യമേ നോക്കിയെടുത്തത്. അപ്പൊ പെങ്ങളൊക്കെ കെട്ടിക്കുന്ന ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞ ജോലിക്ക് പോകുന്ന സമയത്താണ്. പെങ്ങൾക്കും ജോലി ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ നമ്മളെല്ലാം അങ്ങനെ വർക്കും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട്. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ച് ഇതായപ്പോ ഇനി എന്തെങ്കിലും പ്ലാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇനി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ലൈഫിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാറില്ല. പ്ലാൻ ചെയ്യണതൊക്കെ മൂഞ്ചാറുള്ളൂ. ട്രിപ്പ് പോണത് പ്ലാൻ ചെയ്താൽ തെറ്റി. അത് തെറ്റും. അപ്പൊ പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ നടക്കുമോ? അല്ല ട്രിപ്പ് ഓക്കെ. അല്ല വേറെ എന്ത് കേസും നമുക്കിപ്പോ ലൈഫിൽ എന്തൊരു സാധനം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് നമുക്ക് കിട്ടില്ല. ആഗ്രഹിക്കാത്ത സാധനമായിരിക്കും നമുക്ക് കിട്ടണത്. നമ്മളതിട്ട് കഷ്ടപ്പെട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളത് ഈ ലൈഫിൽ എന്ത് സംഭവം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. എന്തെങ്കിലും സർപ്രൈസ് പോലെ കിട്ടുമ്പോ വാവ് എന്ന് പറയാലോ. ഭയങ്കര മോട്ടിവേഷൻ. ഞാൻ ഇത് കട്ട് ചെയ്ത് ഞാൻ ഇൻസ്റ്റയിൽ ഇടും. അത് അസാധ്യ മോട്ടിവേഷൻ ആയി പോയി. അങ്ങനത്തെ സംഭവം അല്ലാണ്ട് തന്നെ ഒന്നും പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ പോവാ. മറ്റേ പണ്ടത്തെ കാരണവന്മാരെല്ലാം തെളിച്ച വഴി പോയി നടന്ന വഴി അങ്ങനത്തെ സംഭവം. അത് അങ്ങനെ അങ്ങോട്ട് പോവാ. അടുത്ത പരിപാടികൾ എന്താ? ഇനി പിന്നെ ഒരു ദിവസം എന്തൊക്കെയായിരിക്കും പരിപാടി? എത്ര വീഡിയോസ് ഒക്കെ ചെയ്യും? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഇതൊന്നുമില്ല. വീഡിയോസ് ഇപ്പൊ ചിലപ്പോ നമുക്കിപ്പൊ ഒന്ന് ചെയ്യാൻ ഇപ്പൊ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ സമയം പോകാൻ വേണ്ടിട്ട് ചെയ്യണതാണ് വീഡിയോസ്. കാര്യം അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോ ഞാൻ വേറെ ഇതിനകത്തേക്ക് ആയിപ്പോ നമുക്ക് ഈ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ വല്ല മദ്യപാനോ കൂട്ടുകൂടി ട്രിപ്പ് അടിക്കാൻ അങ്ങനത്തെ പരിപാടിയോ അതില്ലെങ്കിലേ ഉള്ളൂ. ആ സത്യം. നമ്മള് ബോയ്സ് അങ്ങനെ ആയിരിക്കും ചിലപ്പോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ അല്ലെങ്കിൽ വോളിബോള് അങ്ങനത്തെ സംഭവമൊക്കെ പോവാറ് വെറുതെ ഇരിക്കും. ഇത് അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത്. അതായത് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വല്ല ഇതൊന്നും അടിക്കൊന്നുമില്ല. അഡിക്ഷൻ മാറ്റം അല്ല, നമ്മൾ ചിലപ്പോ ഒരു പക്ഷെ അങ്ങനെ ആയി പോയേനെ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പോസിറ്റീവാ. കാര്യം നമ്മൾ അതിനൊന്നും പോവാണ്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ആ വീഡിയോസിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്നുള്ളൂ. അതായത് മദ്യത്തിന്റെ ആ ഒരു അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ അങ്ങനെ കഴിക്കില്ല എന്ന് പറയാനുള്ള കഴിക്കും. അത് വീട്ടില് ഭയങ്കര സപ്പോർട്ടാ കഴിക്കാൻ. പിന്നെ എന്റെ വീട്ടിൽ എന്റെ അമ്മ കൂട്ടുകൂടി കുടിക്കാൻ നിൽക്കണ്ട, നിനക്ക് കുടിക്കണമെന്നെങ്കിൽ ആഗ്രഹം കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുടിച്ചു. പക്ഷെ അന്നൊരു എനിക്ക് ആരോട് കുടിക്കാൻ തോന്നിയിട്ടില്ല. അതാണ് എനിക്ക് തോന്നാത്തത്. അതുകൊണ്ട് ഞാൻ വീഡിയോസ് വീട്ടിൽ അങ്ങനെ ഒരു ഇതൊന്നും അല്ലാത്ത പാപം മാതാജിയാണ്. മാതാജി ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒന്നും പറയില്ല, പറഞ്ഞിട്ട് കാര്യം അറിയാം. നന്നാവില്ല. എന്താണ് ഭാര്യ പോയത്? ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും. പറയാൻ പോലെ ചിലപ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ പറ്റി ഏഷണിയാണോ പറയണേന്ന് നോക്കിട്ട് ചായ ഇതിട്ട് വന്നില്ലല്ലോ. ഇനി ചിലപ്പോ എനിക്ക് മാത്രമുള്ള സെപ്പറേറ്റ് വല്ല കലക്കിക്കൊണ്ട് തരുമെന്നുള്ള പേടിയുണ്ട്. കൊഴപ്പൊന്നുമില്ല. ഞാനെന്തോ ചോദിക്കാൻ വന്നേട്ടാ, മറന്നുപോയി. നന്നായത്. കൂടുതൽ ചോദിച്ചെങ്ങനെ ഞാൻ ഏറി കയറി തീർന്ന് ഞാൻ ഉള്ളില് തീ തിന്ന് അവിടെ നിക്കണത് അറിയാണ്ടെങ്ങനെ വായിന്ന് എന്തെങ്കിലും വീണു പോയി കഴിഞ്ഞാലേ തീർന്നില്ല. ഞാനിവിടെ നിന്ന് തോണ്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല അത്. ചേട്ടാ ഞാൻ എന്തോ സത്യമായിട്ട് ഞാൻ ചോദിക്കാൻ വന്ന്. ഓർക്കൂ, യു ക്യാൻ ഡു ഇറ്റ്. കം ഓൺ കം ഓൺ. ഹിപ്നോട്ടിസം ചെയ്യണല്ലേ.
ചേട്ടന് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വീഡിയോ ഏതാ? അതായത് ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ എടുത്ത് കാണുന്ന ഒരു വീഡിയോ. സത്യം പറഞ്ഞല്ലേ എന്റെ വീഡിയോ ഞാൻ പോലും ലൈക്ക് ചെയ്യാറില്ല. സത്യം കാണിച്ചോ. അത് ഞാൻ പിന്നെ ഇടക്കിടക്ക് നോക്കോ എവിടെയത് നോക്കാറേ ഇല്ല. പിന്നെ എടുത്ത് നോക്കാറില്ല, കാരണം കമന്റ് കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാണ്. അകലത്തില്ല. ഇപ്പൊ എന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാലും സാധാരണ ഇവിടെ ഒരു ലൈക്ക് ഉണ്ടാവില്ല. ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും ലൈക്ക് ഇല്ല. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാറില്ല. കാരണം ഞാൻ എടുത്ത് നോക്കാറില്ല. ചുമ്മാ വെറുതെ ഇങ്ങനെ ചുമ്മാ സമയം പോകാൻ വേണ്ടി ചെയ്യണ സംഭവം മാത്രമേ ഉള്ളൂ. ഫോളോവേഴ്സ് ഒക്കെ കൂടുമ്പോഴത്തേനും ഇങ്ങനെ അകത് ആളുകൾക്ക് ഇങ്ങനെ ചെലവൊക്കെ ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ എന്നൊരു കുപ്പി എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? അതിന് ഇത് ഫോളോവേഴ്സ് കൊണ്ടൊന്നുമില്ല. എന്തെങ്കിലും കാര്യമൊക്കെ ആയിട്ട് ആണോ? എല്ലാ ദിവസവും പരിപാടി ഉണ്ടാവും. എന്തിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൂപ്പൻ ചത്താ വിഷമം കുപ്പി അടിക്കല്. ജനിച്ച അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അതിക്കടെ നോക്കി അല്ല അപ്പുറത്തുള്ള ചേച്ചി നോക്കി ആ കുപ്പി അങ്ങനത്തെ ചിലവേണം കൂട്ടുകാരന്മാരുള്ള. നമുക്കങ്ങനെ ചെലവേണ്ട ആവശ്യം വന്നല്ല. കാരണം വെച്ചാൽ അവരെ നിങ്ങളുടെ എപ്പോഴും ഓരോരോ കാര്യം എന്തെങ്കിലും ചെലവായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ചെലവ് തന്നെയാണ് എല്ലാ കൂട്ടുകാരന്മാരുള്ളതൊക്കെ രസമല്ലേ? അതെ അതെ, കൂട്ടുകാരന്മാരാണല്ലേ വൈബ്. കാരണം ഈ വീഡിയോസ് ഒക്കെ ആഘോഷങ്ങളാക്കി തരുന്നത്. അല്ല എന്റെ വീഡിയോസ് അവന്മാരും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇടക്കാരെയൊക്കെ കണ്ടായിരുന്നെങ്കിൽ എന്ന് ഏറിപ്പോണ പക്ഷി ഞാനായാലും. പക്ഷെ എന്നാലും കാണില്ലേ? ഇടക്കൊക്കെ കാണുമ്പോ നല്ല സപ്പോർട്ടൊക്കെ തന്നെ. പിന്നെ എന്റെ കൂടെ വീഡിയോസ് ചെയ്യാൻ വിളിച്ച വരില്ല. ഭയങ്കര നാണക്കാരാ. വീഡിയോസ് ചെയ്യാനായിട്ട് ചെയ്യാൻ ഭയങ്കര നാണ. അല്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും സ്കിറ്റ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. വിളിച്ചാലും വരില്ല. അന്ന് രണ്ടൊരു തല്ലാൻ വിളിച്ച ഓടി വരും. ഈ സാധനത്തിന് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നാണം കുടുങ്ങി പെമ്പിള്ളേര് കാണല്ലേ ഇങ്ങനെയൊക്കെ. അന്ന് ഭയങ്കര ഭയങ്കര ധൈര്യമാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ കൂടെ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന്മാരായാലും പിന്നെ എടാ ശരിയായിട്ടുള്ള ഒന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കിയാലോടാന്ന് പറഞ്ഞാൽ അതൊക്കെ മതി നീ ഇന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും. അതാണ് എന്റെ കൂടെ ആരെയും കാണാത്തത്. കൂട്ടുകാരന്മാർ ഇഷ്ടം പോലെ വരും. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം വിളിച്ചാൽ വരില്ല. ഒന്ന് വീഡിയോസ് ഒക്കെ എടുത്തൊക്കെ തരും കേട്ടോ. പക്ഷെ നമുക്ക് ചിലതൊന്നും ഒറ്റയ്ക്ക് ചെയ്ത കാര്യമില്ല. ഇപ്പൊ ഞാൻ തന്നെയാലും സോളോ പോലെ തന്നെ എന്റേതല്ല എന്റെ ഫുഡ് എന്റേതല്ല ഇത് തന്നെ ഇത് മടുപ്പാണ്. നമ്മൾ വേറെ കുറച്ച് പേരുടെ കൂടെ ഉണ്ടെങ്കിൽ രസമാണ്. പക്ഷെ ഇമാരെ വിളിച്ചാൽ വരില്ല. എന്നാ ഈ ഇൻസ്റ്റയിൽ തന്നെ കുറെ പേര് വീഡിയോസ് ചെയ്യണവർ എന്നെ വിളിച്ചിട്ട് നമുക്ക് വേണ്ടി ഒരുമിച്ച് ഗ്യാങ് പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പോകാൻ പറ്റിയൊരു സാഹചര്യവും എനിക്കല്ല. കാരണം നമുക്ക് പണിയും വർക്ക് ജോലിയുണ്ട്, വണ്ടിപ്പണിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോണല്ലോ. അപ്പൊ ഇതിന് വേണ്ടിട്ട് സമയം കണ്ടെത്താൻ പറ്റില്ല. ഇതാകുമ്പോ വീട്ടുകാരന്മാര് വീണ്ടും അടുത്താകുമ്പോ നമുക്ക് എപ്പോ വെള്ളം ചെല്ലാം വീഡിയോസ് ഒക്കെ ചെയ്യാം. പക്ഷെ വിളിച്ചെന്നെ വരില്ല. ഇതാണ് അവസ്ഥ. ചിലപ്പോ ആ ചേട്ടന്റെ തല ഒരു ഫുൾ ഫിഗർ കാണാനായിട്ടായിരിക്കും പെൺകുട്ടികൾ ഇരിക്കുന്നത്. പിന്നെ കുറെ കാന്താരികളൊക്കെ വരട്ടെ കേട്ടോ. ഞാൻ ആശംസിക്കുന്നു. ഈശ്വരാ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയതിന്. വീഡിയോസ് ഒക്കെ കലക്കണം. ആയിക്കോട്ടെ. താങ്ക് യു.